2021 ഇറങ്ങിയ ഒരു അടിപൊളി ചൈനീസ് ഫാന്റസി സിനിമയാണ് റൈറ്റേഴ്സ് ഒഡീസി. ഒരാൾ എഴുതുന്ന നോവലിന്റെ കഥ സത്യമാകുന്നതും ആ കഥയിലൂടെ ഒരു മാന്ത്രിക ലോകത്തിലെ രാക്ഷസ രാജാവിനെ കൊല്ലുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. രണ്ടുപേര് ഒരു നിഗൂഢമായ കൊട്ടാരത്തിൽ കയറിപ്പോകുന്ന രംഗത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. ആരോ ചെണ്ട കൊട്ടുന്ന ശബ്ദം കേൾക്കാം, പക്ഷേ കൊട്ടാരത്തിൽ ആരെയും കാണുന്നില്ല. ഒടുവിൽ സിംഹാസന മുറിയിലെത്തിയപ്പോൾ 4 കൈകളും ഭയാനക രൂപവുമൊക്കെയുള്ള ഒരു വലിയ രാക്ഷസനെ കണ്ടു. ഇതുവരെ ചെണ്ട ശബ്ദമായിട്ട് കേട്ടത് ശരിക്കും ഈ രാക്ഷസ രാജാവിന്റെ ഹൃദയമിടിക്കുന്ന ശബ്ദമായിരുന്നു. രാക്ഷസൻ പെട്ടെന്ന് അവരെ ആക്രമിക്കാൻ വന്നു. അടുത്ത് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഗുവാൻ ഒരു പുരാതന മാന്ത്രിക ക്ഷേത്രത്തിൽ അവന്റെ മകൾ ടാഞ്ചറിനെ തിരയുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ നിന്നും ടാഞ്ചറിൻ വിളിക്കുന്ന ശബ്ദം കേൾക്കാം, പക്ഷെ അകത്ത് കയറി നോക്കിയപ്പോൾ അവന്റെ മുന്നിൽ ഏതോ ദൈവത്തിന്റെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. പെട്ടെന്ന് ഗുവാൻ ഉണർന്നു. ക്ഷേത്രത്തിന്റെ രംഗം ശരിക്കും അവൻ സ്വപ്നം കണ്ടതായിരുന്നു. അവനൊരു റോഡരികത്ത് ആരെയോ കാത്തിരിക്കുകയാണ്. 6 വർഷങ്ങൾക്ക് മുന്നേ ഇവന്റെ മോളെ ആരോ തട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം പിന്നെ അവളെ കണ്ടിട്ടേയില്ല. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഇവൻ ടാഞ്ചറിനെ തിരയുകയാണ്. അതിനിടയിൽ അവന്റെ ജോലി നഷ്ടപ്പെട്ടു, ഭാര്യ കളഞ്ഞിട്ട് പോയി, വീട് വിൽക്കുകയും ചെയ്തു. അങ്ങനെ അവൻ എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് മകളെ തിരയുന്നത്. കുറച്ചു കഴിഞ്ഞതും അതുവഴി ഒരു ട്രക്ക് വന്നു. ഉടനെ അവൻ കല്ലുകളെടുത്ത് ചറ പറന്ന് ട്രക്കിനെ എറിഞ്ഞു. ബുള്ളറ്റ് പോലെയാണ് അവൻ എറിയുന്ന കല്ലുകൾക്ക് പോകുന്നത്. വേണമെങ്കിൽ കല്ലിനെ വളച്ചെറിയാൻ പോലും അവന് കഴിയും. അങ്ങനെ ട്രക്ക് ചെന്ന് ഒരിടത്ത് ഇടിച്ചു നിന്നതും ഗ്വാൻ വന്ന് ഡ്രൈവറിനെയും കൂടെയുള്ളവനെയും ആക്രമിക്കാൻ തുടങ്ങി. എന്റെ മോൾ എവിടെടാന്നും ചോദിച്ചാണ് ആക്രമിക്കുന്നത്. എന്നാൽ അവർ രണ്ടുപേരും കൂടെ ഗ്വാനെ അടിച്ചിട്ടിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ശേഷം അവൻ ട്രക്കിന്റെ ബാക്ക് ഡോർ തുറന്നു നോക്കിയപ്പോൾ ഉള്ളിൽ കുറെ കുട്ടികളെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുന്നത് കണ്ടു. സംഭവം ഇവന്മാര് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. ഗ്വാൻ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ളവന്മാരെ ഫോളോ ചെയ്ത് പിടികൂടും. എന്നിട്ട് മോളെക്കുറിച്ച് അന്വേഷിക്കും. പക്ഷെ എന്നിട്ടും ഇതുവരെ മോളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കൂട്ടിലൊന്നും ടാഞ്ചറിനെ കാണുന്നില്ല. അങ്ങനെ അവൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവിടെ പോലീസ് എത്തിയത്. ഗ്വാനും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരുത്തനാണെന്ന് കരുതി അവനെ അറസ്റ്റ് ചെയ്തു. അവൻ പോലീസ് കാറിലിരുന്ന് വീണ്ടും സ്വപ്നം കണ്ടു. ടാഞ്ചറിനെ വിചിത്രമായി എന്തോ ഒരു ജീവി പിടികൂടുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ അവൻ ഞെട്ടി ഉണർന്നു. ജയിലിലായാൽ പിന്നെ മകളെ തേടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ പോലീസുകാരെ ഇടിച്ചിട്ടിട്ട് കാറിൽ നിന്നിറങ്ങി ഓടി. ഓടുന്ന വഴിക്ക് ലിങ് ഗ്വാന് വേണ്ടി ഒരു കാറുമായിട്ട് കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ആരാണെന്ന് അവൻ അറിയില്ലെങ്കിലും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി അവൻ കാറിൽ കയറി. പക്ഷേ അവൾക്ക് അവനെക്കുറിച്ച് എല്ലാം അറിയാം. അവൻ കാണുന്ന വിചിത്രമായ സ്വപ്നങ്ങളെക്കുറിച്ച് പോലും അവൾക്കറിയാം. അതുകൊണ്ട് അവൻ ആകെ കൺഫ്യൂഷനിലായി. ഇവളിനി വല്ല മന്ത്രവാദിനി എങ്ങാനുമായിരിക്കുമോ എന്ന് കരുതി പേടിച്ചിട്ട് അവൻ വണ്ടി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങിയപ്പോൾ ഞാൻ ടാഞ്ചറിനെ കണ്ടുപിടിക്കാൻ നിന്നെ സഹായിക്കാമെന്ന് ലിങ് പറഞ്ഞു. അത് കേട്ടതും അവൻ വീണ്ടും വണ്ടിയിൽ കയറി. ഈ സമയം ഗ്വാൻ സ്വപ്നത്തിൽ കാണുന്ന മാന്ത്രിക ലോകത്ത് കോങ്ങിനെ ഒരു കാട്ടിലൂടെ കുറച്ച് വേട്ടക്കാര് തുരത്തുകയായിരുന്നു. കോങ് ആണ് സിനിമയിലെ 2ാമത്തെ പ്രധാന കഥാപാത്രം. കുറെ ദൂരം ഓടി അവസാനം ഒരു ക്ലിഫിന്റെ അരികിലെത്തി. താഴെ വലിയൊരു നദിയാണ്. ഇനി മുന്നോട്ട് ഓടാൻ കഴിയില്ല. അങ്ങനെ അവൻ ട്രാപ്പ് ആയെന്ന് വിചാരിച്ചപ്പോഴാണ് കോങ്ങിന്റെ സഹോദരി അവിടെ എത്തിയത്. കോങ്ങിനെ രക്ഷിക്കാൻ വേണ്ടി അവൾ അവനെ താഴെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് വേട്ടക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷേ രക്ഷപ്പെട്ടു പോകുന്നതിന് പകരം അവൻ തിരിച്ച് മുകളിലേക്ക് കയറി വന്നു. അപ്പോഴേക്കും എല്ലാവരെയും അവൾ കൊന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വൃദ്ധൻ മാത്രം ബാക്കിയുണ്ട്. അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അയാൾ അവളെ കൊന്നുകളഞ്ഞു. അയാളുടെ ദേഹത്തും മാരകമായ മുറിവ് പറ്റിയിട്ടുണ്ട്. അങ്ങനെ അയാളും തീരെ അവശനാണെന്ന് മനസ്സിലാക്കിയ കോങ് ദേഷ്യത്തിൽ ഓടി വന്ന് അയാളെയും കുത്തി കൊന്നുകളഞ്ഞു. ചാകുന്നതിന് മുന്നേ റെഡ്മെയിൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ലെന്ന് അയാൾ പറഞ്ഞു. സംഭവം ഇവനെ കുറെ നാളായിട്ട് റെഡ്മെയിനിന്റെ ആൾക്കാർ ഓടിക്കുകയായിരുന്നു. റെഡ്മെയിനാണ് ഈ മാന്ത്രിക ലോകത്തിന്റെ രാജാവ്. അയാൾ ഒരു ദുഷ്ടനായ രാജാവാണ്. അതുകൊണ്ട് ഇനി എന്തായാലും ഓടുന്നതിന് പകരം റെഡ്മെയിനെ കൊല്ലാമെന്ന് കോങ് തീരുമാനിച്ചു. അപ്പോഴാണ് അവിടെ ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. ആ വൃദ്ധന്റെ പക്കൽ നിന്നുമാണ് ശബ്ദം വരുന്നത്. അങ്ങനെ അവൻ അയാളുടെ അടുത്ത് ചെന്ന് നോക്കിയതും അയാളുടെ ആർമർ പെട്ടെന്ന് കോങ്ങിന്റെ ദേഹത്ത് കയറി. അത് പാരസൈറ്റ് പോലത്തെ ജീവനുള്ള ഒരുതരം മാന്ത്രിക ആർമർ ആയിരുന്നു. വൃദ്ധൻ മരിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അത് കോങ്ങിന്റെ ദേഹത്ത് കയറിയത്. ഇവിടെ ലിങ് ഗ്വാനെ അവള് ജോലി ചെയ്യുന്ന കമ്പനിയിൽ കൊണ്ടുവന്നു. അവള് ടാഞ്ചറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് നിന്റെ മകളെന്ന് പറഞ്ഞു. ഇത്രയും വർഷങ്ങളായതുകൊണ്ട് അവൻ ഇത് ടാഞ്ചറിൻ തന്നെയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തായാലും നിന്റെ മകൾ എവിടെയുണ്ടെന്ന് അറിയാം. പക്ഷെ അത് പറഞ്ഞു തരുന്നതിന് മുന്നേ നീ എന്റെ ബോസ് ലിമുവിന് വേണ്ടി ഒരു ജോലി ചെയ്യണമെന്ന് ലിങ് പറഞ്ഞു. കോങ് എന്നൊരു എഴുത്തുകാരൻ ഒരു കഥ എഴുതുന്നുണ്ട്. ഓരോ ആഴ്ചയും ഓരോ അധ്യായം വീതം യൂട്യൂബിൽ അവൻ കഥ പ്രസിദ്ധീകരിക്കും.
അവന്റെ സ്റ്റോറിയിൽ അവന്റെ പേരിൽ തന്നെ ഒരു ക്യാരക്ടറുണ്ട്. അതുപോലെ റെഡ്മെയിൻ എന്നൊരു ക്യാരക്ടറുമുണ്ട്. അതായത് ബേസിക്കലി ഗ്വാൻ കാണുന്ന സ്വപ്ന ലോകമാണ് ഈ കഥയിലുള്ളത്. റെഡ്മെയിന് എന്തെങ്കിലും പരിക്ക് പറ്റിയാൽ അതേപോലെ ഇവിടെ ലിമോനും പരിക്ക് പറ്റാറുണ്ട്. കഥയിൽ റെഡ്മെയിൻ വില്ലനാണ്. വില്ലൻ എന്തായാലും അവസാനം മരണം ഉറപ്പാണല്ലോ. അങ്ങനെ വില്ലൻ മരിക്കുമ്പോൾ ഇവിടെ ഞാനും മരിക്കുമെന്നാണ് ലിമു പറയുന്നത്. ഇവന്റെ കഥ എഴുത്ത് നിർത്തിക്കാൻ പല രീതിയിലും ലിമു ശ്രമിച്ചതാണ്. നിയമപരമായിട്ടും നോക്കി. പക്ഷെ കോടതി ഇതൊന്നും വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ കോങ്ങിനെ കൊല്ലാനാണ് ലിമുവിന്റെ തീരുമാനം. അവനെ കൊല്ലേണ്ടതാണ് ഗ്വാനിന്റെ ജോലി. ഇതൊക്കെ കേട്ടിട്ട് ഗ്വാൻ ഒട്ടും തന്നെ വിശ്വാസമായില്ല. എന്നാൽ അപ്പോഴാണ് കോങ് യൂട്യൂബിൽ വന്ന് അടുത്ത അധ്യായം പറഞ്ഞത്. അതിൽ റെഡ്മെയിനിന്റെ തലയ്ക്ക് അടി കെട്ടിയതായിട്ട് പറഞ്ഞതും ഉടനെ ഇവിടെ ലിമുവിന്റെ തലയിലും പരിക്ക് പറ്റി. അത് കണ്ടപ്പോൾ ഇത് സത്യമായിരിക്കുമെന്ന് ഗ്വാന് തോന്നി. അതുമാത്രമല്ല, ഇതാണ് അവന്റെ മകളെ കണ്ടുപിടിക്കാനുള്ള ഏക മാർഗം. അതുകൊണ്ട് അവൻ കോങ്ങിനെ കൊല്ലാമെന്ന് സമ്മതിച്ചു. ശേഷം അവൻ കോങ്ങിന്റെ സിറ്റിയിലേക്ക് യാത്രയായി. യാത്രക്കിടയിൽ കോങ്ങിന്റെ ഇതുവരെയുള്ള കഥ മുഴുവൻ കേട്ടു. അപ്പോഴാണ് അവൻ ഒരു കാര്യം മനസ്സിലായത്. അവൻ ഇത്രയും നാൾ സ്വപ്നം കണ്ടത് മുഴുവനും ഈ കഥയിലുള്ള കാര്യങ്ങളായിരുന്നു. സിറ്റിയിലെത്തി കുറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ അവൻ കോങ്ങിനെ കണ്ടെത്തി. പിന്നെ കോങ്ങിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവസാനം കോങ് ഒരു ലൈബ്രറിയിൽ കയറി. അവിടെ വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോങ് അവനെ എളുപ്പത്തിൽ ശ്രദ്ധിച്ചു. കോങ് അവന്റെ അടുത്ത് വന്നിട്ട്, നീ എന്തിനാണ് കുറെ നേരമായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നിന്റെ കഥയുടെ വലിയൊരു ഫാനാണെന്ന് ഗ്വാൻ കള്ളം പറഞ്ഞു. അത് കേട്ടപ്പോൾ കോങ്ങിന് ഒരുപാട് സന്തോഷമായി. ഞാൻ മറ്റൊരു സിറ്റിയിൽ നിന്നും ഇങ്ങോട്ട് ബോട്ടിലാണ് വന്നതെന്ന് ഗ്വാൻ പറഞ്ഞതും ഉടനെ കോങ് അത് കഥയിലും ചേർത്തു. കഥയിൽ കോങ് ഒരു കപ്പലിൽ കയറി റെഡ്മെയിനിന്റെ സിറ്റിയിലേക്ക് പോവുകയാണ്. കോങ്ങുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഗ്വാങ്ങിനെ ലിങ് വിളിച്ചു. വെറുതെ അവന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് അവനെ കൊല്ലാനാണ് ലിങ് പറയുന്നത്. അപ്പോൾ ലീമുവിന്റെ ആൾക്കാർ എപ്പോഴും അവനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഗ്വാന് മനസ്സിലായി. എന്നാൽ ഗ്വാൻ അത് വകവയ്ക്കാതെ വീണ്ടും കോങ്ങിനോട് സംസാരിച്ചു. ശേഷം ലൈബ്രറിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ കാല് തന്നെ രണ്ടുപേരും വീണു. അത് കാരണം ഗ്വാന്റെ ഡയറിയും തറയിൽ വീണു. ഗ്വാൻ അത് ശ്രദ്ധിച്ചില്ല. ആ സമയം അതുവഴി പോലീസ് വരുന്ന ശബ്ദം കേട്ടു. ഗ്വാൻ ഇപ്പോഴും നേരത്തെ കേസിൽ വാണ്ടഡ് ആണ്. അതുകൊണ്ട് അവൻ ധൃതിയിൽ അവിടുന്ന് പോയി. അപ്പോഴാണ് കോങ് ഗ്വാന്റെ ഡയറി കണ്ടത്. ഡയറിയിൽ ഗ്വാൻ കാണുന്ന സ്വപ്നത്തിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കോങ് അതെടുത്ത് വായിച്ചപ്പോൾ കഥയുടെ അടുത്ത അധ്യായം എഴുതാനുള്ള ഇൻസ്പിറേഷൻ കിട്ടി. ഇവിടെ മാന്ത്രിക ലോകത്തിൽ രാത്രി ആയപ്പോൾ കോങ് റെഡ്മെയിനിന്റെ സാമ്രാജ്യത്തിലെത്തി. അവിടെ എന്തോ ഉത്സവം നടക്കുകയാണ്. റെഡ്മെയിനിന്റെ വലിയൊരു പ്രതിമയും അവിടെ കാണാം. എല്ലാവരും ആ പ്രതിമയ്ക്ക് മുന്നിൽ വന്ന് റെഡ്മെയിനെ ആരാധിക്കുന്നുണ്ട്. ശേഷം സമീപത്തെ മറ്റൊരു സിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ പ്രതിമ കൈ ഉയർത്തി. ഉടനെ എല്ലാവരും ആയുധങ്ങളൊക്കെ എടുത്ത് ആ പട്ടണത്തിനെ ആക്രമിക്കാൻ തയ്യാറായി. അതൊക്കെ കണ്ട് കോങ് പേടിച്ചുപോയി. സംഭവം, റെഡ്മെയിൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും സിറ്റികളെ തമ്മിൽ യുദ്ധം ചെയ്യിപ്പിക്കും. അത് അവന്റെ ഒരു വിനോദമാണ്. അങ്ങനെ എല്ലാവരും കൂടെ പട്ടണത്തെ ആക്രമിക്കാൻ പോയി. ഇവരുടെ കുറെ ഡ്രാഗൺസ് ഉണ്ട്. അത് ശരിക്കുമുള്ള ഡ്രാഗൺസ് അല്ല, ഹോട്ട് എയർ ബലൂൺസ് വെച്ചുണ്ടാക്കിയ ഡ്രാഗൺസ് ആണ്. ആദ്യം കുറെ പേര് ഈ ഡ്രാഗൺസിൽ കയറി ആ പട്ടണത്തിന് മുകളിലൂടെ പറക്കും. പറക്കുന്നതിനിടയിൽ മുകളിലിരുന്ന് പട്ടണത്തിലേക്ക് ടാർ ഒഴിക്കുകയും ചെയ്യും. അത് പെട്രോൾ പോലെ തീ കത്തിപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു ദ്രാവകമാണ്. എന്നിട്ട് അമ്പിൽ തീ കത്തിച്ച് അതിനെ പട്ടണത്തിലേക്ക് എയ്തുവിടും. അപ്പോൾ വളരെ വേഗം പട്ടണം മുഴുവൻ തീ പടർന്നു പിടിക്കും. അങ്ങനെ ആദ്യം തീ കൊണ്ട് തന്നെ പട്ടണം നല്ലൊരു ശതമാനവും നശിക്കും. പിന്നെ എളുപ്പത്തിൽ ഇവർക്ക് ആ പട്ടണം മുഴുവൻ തകർക്കാൻ കഴിയും. പട്ടണം തകർക്കുക മാത്രമല്ല, പട്ടണത്തിലുള്ള എല്ലാവരെയും കൊന്നുകളയുകയും ചെയ്യും. കോങ് ഇതെല്ലാം കണ്ട് പട്ടണത്തിലൂടെ നടക്കുകയാണ്. അവൻ ആരെയും ആക്രമിച്ചില്ല. ഇതൊക്കെ വെറും വിനോദത്തിന് വേണ്ടി മാത്രമാണെന്നോർക്കുമ്പോൾ കോങ്ങിന് റെഡ്മെയിനോട് കൂടുതൽ ദേഷ്യമാണ് തോന്നുന്നത്. അടുത്ത ദിവസം രാവിലെ ആകുന്നതിന് മുന്നേ യുദ്ധമൊക്കെ അവസാനിച്ചു. അവശേഷിക്കുന്ന സർവൈവേഴ്സിനെയും റെഡ്മെയിന്റെ ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് കൊന്നുകളഞ്ഞു. ശേഷം സൂര്യൻ ഉദിച്ചതും എന്തോ ഒരു കാഹള ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ അതുവഴി കുറച്ച് സോൾജേഴ്സ് പോവുകയാണ്. ഇത് രാജാവിന്റെ പേഴ്സണൽ സോൾജേഴ്സ് ആണ്. ഇവരെ കണ്ടാൽ എല്ലാവരും തല വണങ്ങി നിൽക്കും. ഇവിടെ യഥാർത്ഥ ലോകത്തിൽ ഗുവാൻ അടുത്ത ദിവസം രാവിലെ ഉറക്കമെണീറ്റപ്പോൾ ലിങ് അവനെയും കാത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ കോങ്ങിനെ കൊല്ലാത്തതുകൊണ്ട് അവനെ അവള് വഴക്ക് പറഞ്ഞു. എന്നിട്ട് കുറെ തല്ലുകയും ചെയ്തു. ലിമു ഇതെല്ലാം ക്യാമറ വഴി കാണുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞിട്ടാണ് അവളിങ്ങനെ ഗ്വാനെ തല്ലിയത്. കോങ്ങിന്റെ അടുത്ത് കൂട്ടുകൂടാൻ നിൽക്കാതെ മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് അവനെ കൊല്ലാനുള്ള വഴി ആലോചിക്ക്, അല്ലെങ്കിൽ നിനക്ക് നിന്റെ മോളെ ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോയി. കുറച്ചു കഴിഞ്ഞതും അവിടെ കോങ് എത്തി. ഡയറി തിരിച്ചു കൊടുക്കാനാണ് അവൻ വന്നത്. എനിക്ക് ഈ സിറ്റിയിലെ നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുമോന്ന് ഗ്വാൻ കോങ്ങിന്റെ അടുത്ത് ചോദിച്ചു. അവന്റെ കൂടെ നടന്നിട്ട് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തുമ്പോൾ അവനെ തട്ടാമെന്ന് കരുതിയിട്ടാണ് ഗ്വാൻ അങ്ങനെ ചോദിച്ചത്. ഒട്ടും മടിക്കാതെ കോങ് ഗ്വാനെയും കൊണ്ട് പല സ്ഥലങ്ങളിലും പോയി. അങ്ങനെ പോകുന്നതിനിടയിൽ കോങ് അവന്റെ ലൈഫിനെ കുറിച്ചൊക്കെ പറഞ്ഞു. കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് കോങ് കഥ എഴുതുകയാണ്. ഈ കഥ അത്ര ഫേമസ് ഒന്നുമല്ല. അതുകൊണ്ട് കഥ എഴുതുന്നതിലൂടെ അവന് കാശൊന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല.
ഇപ്പോഴും അവൻ അവന്റെ അമ്മയുടെ ചിലവിലാണ് ജീവിക്കുന്നത്. അത് പറഞ്ഞപ്പോഴാണ് ഗ്വാൻ ഒരു കാര്യം ഓർത്തത്. 6 വർഷങ്ങൾക്ക് മുൻപാണ് അവന്റെ മകളും കാണാതെ പോയത്. അപ്പോൾ തന്റെ മകൾക്കും ഈ കഥയ്ക്കും എന്തോ ബന്ധമുണ്ടെന്ന് ഗ്വാനിന് തോന്നി. എന്തായാലും അങ്ങനെ സംസാരിച്ച് അവര് ഉപേക്ഷിക്കപ്പെട്ട പഴയ കുറെ ബിൽഡിംഗ്സ് ഉള്ള ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലം കണ്ടതും കോങ്ങിന് പെട്ടെന്ന് അടുത്ത അധ്യായം എഴുതാനുള്ള ഇൻസ്പിറേഷൻ കിട്ടി. അങ്ങനെ അവൻ വേഗം ഗ്വാന്റെ നോട്ട് വാങ്ങി ബാക്കി കഥ എഴുതാൻ തുടങ്ങി. ഇവിടെ മാന്ത്രിക ലോകത്തിൽ കോങ് ആ പട്ടണത്തിലൂടെ നടക്കുന്നതിനിടയിൽ ടാഞ്ചറീനെ കണ്ടു. അവള് ആരെയോ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ്. അത് ഇന്നലെ രാത്രിയിലത്തെ യുദ്ധത്തിൽ മരിച്ചുപോയ അവളുടെ ഫ്രണ്ട് ആയിരുന്നു. ഫ്രണ്ടിനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് അവൾ കൊണ്ടുപോകുന്നത്. കോങ് ചെന്ന് അവളെ സഹായിച്ചു. അപ്പോഴേക്കും വൈകുന്നേരമായി കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് അവൾ ഒരു കാര്യം ഓർത്തത്. സംഭവം വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ ആരും പുറത്തിറങ്ങാൻ പാടില്ലെന്നാണ് റെഡ്മെയിനിന്റെ നിയമം. അങ്ങനെ ആരെയെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ നേരത്തെ കണ്ട ചുവന്ന സോൾജിയേഴ്സ് അവരെ കൊന്നുകളയും. അത് പറഞ്ഞു തീർന്നതും അവിടെ ഒരു സോൾജിയർ എത്തി. കോങ് പെട്ടെന്ന് ടാഞ്ചറീനെയും കൊണ്ട് അവിടുന്ന് വേഗം ഓടി. പല വഴികളിലൂടെയും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഓടി. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും എത്ര വേഗത്തിൽ ഓടിയിട്ടും സോൾജിയർ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവസാനം ഒരിടത്തെത്തിയപ്പോൾ സോൾജിയർ അവരെ പിടികൂടി. പിന്നെ അവരും സോൾജിയറുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റായി. ഇടയ്ക്ക് കോങ് സോൾജിയറിന്റെ മുഖത്ത് വെട്ടി. അപ്പോൾ ഉള്ളിൽ ഗ്വാന്റെ മുഖം കാണാം. അപ്പോൾ ഈ സോൾജിയർ ഗ്വാനിന്റെ ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും അവസാനം സോൾജിയർ കോങ്ങിനെ കൊല്ലാൻ നിന്നതും ടാഞ്ചറീൻ സോൾജിയറിനെ ആക്രമിക്കാൻ വന്നു. എന്നാ പിന്നെ ഇവളെ ആദ്യം കൊല്ലാമെന്ന് കരുതി സോൾജിയർ അവൾക്ക് നേരെ തിരിഞ്ഞു. പക്ഷെ അപ്പോഴാണ് സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചത്. ഉടനെ സോൾജിയർ എന്തോ കാരണത്താൽ ഫ്രീസ് ആയി നിന്നു. അങ്ങനെ കോങ് ടാഞ്ചറീനെയും കൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ യഥാർത്ഥ ലോകത്തിൽ കോങ് ഇതൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയം ഞാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ഗ്വാൻ അവിടുന്ന് പോയി. എന്നിട്ട് കോങ് കാണാതെ ഒരിടത്ത് ഒളിച്ചു നിന്ന ശേഷം അവൻ കോങ്ങിനെ കല്ലെറിഞ്ഞു വീഴ്ത്തി. ബോധം കെട്ട് വീണ കോങ്ങിനെ കൊല്ലാനായിട്ട് ഒരു വലിയ ഇഷ്ടികയും കൊണ്ട് അവൻ അടുത്തു വന്നതും ആരോ ഒരു പാട്ട് പാടുന്നത് കേട്ടു. അത് ഗ്വാൻ പണ്ട് അവന്റെ മകൾക്ക് സ്ഥിരമായിട്ട് പാടിക്കൊടുത്തിരുന്ന ഒരു പാട്ടായിരുന്നു. ആ പാട്ട് ഗ്വാൻ തന്നെ എഴുതിയതാണ്. അതുകൊണ്ട് അത് വേറെ ആർക്കും അറിയാനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ അവൻ വേഗം ആ പാട്ട് കേട്ട സ്ഥലത്ത് പോയതും ഒരു കൊച്ചു ചെറുക്കനാണ് അത് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പാട്ട് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ച് ഗ്വാൻ ആ ചെക്കനോട് ദേഷ്യപ്പെട്ടു. പേടിച്ചിട്ട് ഗ്വാനെ തള്ളിയിട്ടിട്ട് ചെക്കൻ ഓടി രക്ഷപ്പെട്ടു. ഗ്വാനും പിന്നാലെ ഓടി. പക്ഷെ അവനെ കിട്ടിയില്ല. അവൻ അന്ന് മുഴുവൻ ആ ഏരിയ മൊത്തം അരിച്ചു പറക്കി. എന്നിട്ടും ഒരു രക്ഷയുമില്ല. അവസാനം രാത്രി ഒരു ബാറിനടുത്തെത്തിയപ്പോൾ പണ്ട് ടാഞ്ചറീനെ തട്ടിക്കൊണ്ടുപോയ വോങ്ങിനെ തികച്ചും യാദർശികമായിട്ട് കണ്ടു. ഗ്വാൻ ഓടിച്ചെന്ന് അവനെ അടിച്ചെച്ചിലാക്കി. എന്നിട്ട് ടാഞ്ചറീൻ എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ വോങ് 6 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച കാര്യം പറഞ്ഞുകൊടുത്തു. സംഭവം അന്ന് ആദ്യമായിട്ടായിരുന്നു ഇവനൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതുകൊണ്ട് മയക്കുമരുന്ന് കൊടുക്കേണ്ട അളവെത്രയാണെന്ന് അവന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ അവൻ കൂടുതൽ മരുന്ന് കുത്തിവെച്ചത് കാരണം അന്ന് തന്നെ ടാഞ്ചറീൻ മരിച്ചുപോയി. അതുകൊണ്ട് അവളെ ചാക്കിൽ കെട്ടി ഒരു റോഡരികത്ത് ഉപേക്ഷിച്ചു. ഇത് കേട്ട് ഗ്വാൻ ആകെ തകർന്നുപോയി. ദേഷ്യത്തിൽ ഗ്വാൻ അവനെ കൊല്ലാൻ നോക്കി. എന്നാൽ പെട്ടെന്ന് അവിടെ ലിങ് വന്ന് അവനെ അടിച്ച് ബോധം കെടുത്തി. കണ്ണു തുറന്നപ്പോ അവൻ ലിങ്ങിന്റെ കാറിലായിരുന്നു. വോങ്ങിനെ ഞാൻ പിടിച്ച് പോലീസിന് കൊടുത്തു. ടാഞ്ചറീൻ തീർച്ചയായിട്ടും മരിച്ചിട്ടില്ല. വോങ് വെറുതെ കള്ളം പറഞ്ഞതാണ്. ടാഞ്ചറീന്റെ ഇപ്പോഴത്തെ ഫോട്ടോ നീയും കണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ലിങ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അന്ന് കാണിച്ചു തന്നത് എന്റെ മകളുടെ ഫോട്ടോ അല്ലെന്നാണ് ഗ്വാൻ പറയുന്നേ. അത് അന്നേ ഗ്വാന് സംശയമുണ്ടായിരുന്നു. ഇപ്പോ വോങ് പറഞ്ഞതും കൂടെ ആയപ്പോ തന്റെ മകൾ മരിച്ചുവെന്ന് ഗ്വാന് ഉറപ്പായി. അതുകൊണ്ട് ഗ്വാൻ പുതിയൊരു ഡീല് വെച്ചു. ഗ്വാൻ കോങ്ങിനെ കൊല്ലുന്നതിന് പകരമായിട്ട് വോങ്ങിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പുറത്തിറക്കി ഗ്വാന്റെ പക്കൽ എത്തിക്കണം. അപ്പോ ഗ്വാന് അവന്റെ കൈകൊണ്ട് തന്നെ വോങ്ങിനെ കൊല്ലാം. ഇതാണ് അവന്റെ പുതിയ ഡീൽ. അത് പറഞ്ഞിട്ട് ഗ്വാൻ അവിടുന്ന് പോയി. ഉടനെ അവിടെ ലീമു എത്തി. അന്ന് കാണിച്ചു കൊടുത്തത് ഗ്വാന്റെ മോളുടെ ഫോട്ടോ അല്ലെന്ന കാര്യം ശരിക്കും ലിങ്ങിന് അറിയില്ലായിരുന്നു. അവൾ അത് ലിമുവിനോട് ചോദിച്ചപ്പോ അത് ടാഞ്ചറീന്റെ ഫോട്ടോ അല്ലായിരുന്നുവെന്ന് അയാൾ സത്യം പറയുകയും ചെയ്തു. അത് കേട്ടപ്പോൾ താൻ ഒരാൾക്ക് തെറ്റായ പ്രതീക്ഷ കൊടുത്തുവെന്നോർത്ത് ലിങ്ങിന് കുറ്റബോധം തോന്നി. ഇവിടെ മാന്ത്രിക ലോകത്തിൽ ടാഞ്ചറീൻ കോങ്ങിനെയും കൊണ്ട് തകർന്ന പട്ടണത്തിലൂടെ നടക്കുകയായിരുന്നു. ഇടയ്ക്ക് അവള് റെഡ്മെയിനിന്റെ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് രാജാവിന്റെ ഏറ്റവും വിശ്വസ്തരായ പടത്തലവന്മാരായിരുന്നു റെഡ്മെയിനും ജിയുറ്റിയാനും. ഒരിക്കൽ ജിയുറ്റിയാൻ ഒരു യുദ്ധത്തിന് പോയ സമയം റെഡ്മെയിൻ രാജാവിനെ കൊന്നിട്ട് സ്വയം അവനെ തന്നെ പുതിയ രാജാവാക്കി പ്രഖ്യാപിച്ചു. ശേഷം ജിയുറ്റിയാൻ വന്നപ്പോൾ അവനെ റെഡ്മെയിൻ കൂടെ നിർത്താൻ നോക്കിയതാണ്. പക്ഷെ ജിയുറ്റിയാൻ എതിർത്തു. അതുകൊണ്ട് ജിയുറ്റിയാനെയും റെഡ്മെയിൻ കൊന്നുകളഞ്ഞു. അങ്ങനെ കഥ പറഞ്ഞു തീർന്നതും അവര് ടാഞ്ചറീന്റെ വീട്ടിലെത്തി. പക്ഷെ നോക്കിയപ്പോൾ അവളുടെ അമ്മ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അച്ഛനെയാണെങ്കിൽ പണ്ടേ തന്നെ അവൾക്ക് നഷ്ടമായതാണ്. അങ്ങനെ ഇപ്പോൾ അവള് വെറും അനാഥയായി മാറിയിരിക്കുന്നു. അതിൽ ദുഃഖിച്ചിരുന്ന സമയത്താണ് റെഡ്മെയിന്റെ ആൾക്കാര് ആ വീട് കൊള്ളയടിക്കാൻ വന്നത്. മര്യാദയ്ക്ക് നിന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ ഇതെന്റെ വീടാണ്, എന്റെ വീട് കൊള്ളയടിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് ടാഞ്ചറീൻ ഒരു കത്തിയെടുത്തു. ഉടനെ എല്ലാവരും കൂടെ അവളെ ആക്രമിക്കാൻ വന്നതും കോങ് അവരെ എതിർക്കാൻ തയ്യാറായി നിന്നു. ഇവിടെ യഥാർത്ഥ ലോകത്തിൽ കോങ് അടുത്ത ദിവസം ഗ്വാനിനെ കാണാൻ വന്നു. ഇന്നലെ അവനെ ആക്രമിച്ചത് ഗ്വാൻ ആണെന്ന് അവന് മനസ്സിലായിട്ടില്ല.
കഥയിൽ ഞാനിപ്പോ നിന്നെയും കൂടെ ചേർത്തിട്ടുണ്ടെന്ന് പറയാനാണ് കോങ് വന്നേ. എന്നിട്ട് നേരത്തെ കണ്ട സോൾജിയർ ശരിക്കും ഗ്വാന്റെ ക്യാരക്ടറാണെന്ന് കോങ് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് കോങ് കഥയിൽ എഴുതുന്നതൊക്കെ യാഥാർത്ഥ്യമാകുന്നുണ്ടെന്ന് ഗ്വാൻ ശരിക്കും തിരിച്ചറിഞ്ഞത്. കാരണം കഥയിൽ സോൾജിയറിന് സംഭവിച്ചതുപോലെ ഇന്നലെ ബാറിൽ വെച്ച് നടന്ന ഫൈറ്റിൽ ഗ്വാനിന്റെ മുഖത്തും ഒരു മുറിവുണ്ടായി. പക്ഷേ കഥയിലെ കാര്യങ്ങൾ യഥാർത്ഥത്തിലും സംഭവിക്കുന്നുണ്ടെന്ന കാര്യം കോങ്ങിനറിയില്ല. എന്തായാലും ഇപ്പോ ടാഞ്ചറീനെയും കോങ്ങിനെയും കുറെ പേര് ആക്രമിക്കാൻ വന്നിരിക്കുകയാണ്. അവരെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് അറിയില്ലെന്ന് കോങ് പറഞ്ഞു. ടാഞ്ചറീൻ എന്ന പേര് കേട്ടതും ഗ്വാൻ ഞെട്ടിപ്പോയി. കാരണം കഥയിൽ കോങ്ങിന്റെ കൂടെയുള്ളത് തന്റെ മകളുടെ ക്യാരക്ടറാണെന്ന് ഗ്വാന് മനസ്സിലായി. അപ്പോഴാണ് ഗ്വാന്റെ മനസ്സിൽ മറ്റൊരു ഐഡിയ തോന്നിയത്. ടാഞ്ചറീൻ രക്ഷപ്പെടുന്നതായിട്ടും അവള് അവളുടെ അച്ഛനെ കണ്ടെത്തുന്നതുമായിട്ടും ഇവൻ കഥ എഴുതിയാൽ യഥാർത്ഥ ജീവിതത്തിലും ഗ്വാന് തന്റെ മകളെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇവനെ കൊണ്ട് ബാക്കി സ്റ്റോറി എഴുതിപ്പിക്കണമെന്ന് ഗ്വാൻ തീരുമാനിച്ചു. എന്നിട്ട് ആർമറിനെ ഉപയോഗിച്ച് ടാഞ്ചറീനെ രക്ഷപ്പെടുത്താൻ ഗ്വാൻ പറഞ്ഞു. ഉടനെ കോങ് ആ രീതിയിൽ കഥ എഴുതി. ഇവിടെ മാന്ത്രിക ലോകത്തിൽ ആർമർ കോങ്ങിന്റെ ദേഹത്തിൽ നിറങ്ങി ഒരു മനുഷ്യരൂപം പോലെ ആയിട്ട് നിസ്സാരം പോലെ എല്ലാവരെയും വെട്ടിയരിഞ്ഞു. അവസാനം ഒരു കൊച്ചുകുട്ടി മാത്രം ബാക്കിയുണ്ടായിരുന്നു. ആ കുട്ടിയെ കൊല്ലാൻ പോയതും പെട്ടെന്ന് കോങ് തടഞ്ഞു. എന്നിട്ടും ആർമർ ആ കുട്ടിയെ വെട്ടാൻ നോക്കി. പക്ഷേ പറ്റുന്നില്ല. സംഭവം ഇപ്പോ കോങ് പറയുന്നത് പോലെ ആർമർ അനുസരിച്ചേ പറ്റൂ. ആർമറിന്റെ മൊത്തം നിയന്ത്രണവും കോങ്ങിന്റെയിലാണ്. രാജകുടുംബത്തിലുള്ള ഒരാൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ കോങ് രാജകുടുംബത്തിൽപ്പെട്ടതായിരിക്കുമെന്ന് ആർമറിന് മനസ്സിലായി. ശേഷം തിരിച്ചു കയറാൻ കോങ് പറഞ്ഞതും ഉടനെ ആർമർ അവന്റെ ദേഹത്ത് കയറി. അങ്ങനെ കഥ എഴുതുന്നതിനിടയിൽ ഇവിടെ യഥാർത്ഥ ലോകത്തിൽ കോങ് താഴെ വീഴാൻ പോയി. ഭാഗ്യത്തിന് ഗ്വാൻ അവനെ രക്ഷിച്ചു. ഗ്വാങ് ലിങ്ങിനെ വിളിച്ചിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യില്ലെന്ന് പറഞ്ഞു. ശേഷം ബാക്കി കഥ എഴുതാൻ കോങ് ഗ്വാനിനെയും കൊണ്ട് കോങ്ങിന്റെ വീട്ടിൽ പോയി. അവിടെ കോങ്ങിന്റെ അച്ഛന്റെ ഒരു ഫോട്ടോയിൽ ലിമുവും നിൽക്കുന്നത് കണ്ടിട്ട് ഇയാള് നിന്റെ ആരാണെന്ന് ചോദിച്ചു. ശരിക്കും എന്റെ അച്ഛനും ലിമുവും പണ്ട് ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു. എന്നാൽ ഒരിക്കൽ എന്റെ അച്ഛൻ ഒരു കാർ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. അങ്ങനെ കാര്യങ്ങളൊക്കെ കോങ് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്ത് ലിങ് നിൽപ്പുണ്ടായിരുന്നു. കോങ്ങിന്റെ അച്ഛനെ പണ്ട് ലിമു കൊന്നതായിരിക്കുമെന്ന് സംശയം തോന്നിയതുകൊണ്ട് അവൾ ഉടനെ ലിമുവിനെ വിളിച്ച് സത്യം എന്താണെന്ന് ചോദിച്ചു. അവൾ പ്രതീക്ഷിച്ചതുപോലെ ബിസിനസ് തട്ടിയെടുക്കാൻ വേണ്ടി ലിമു തന്നെ ആയിരുന്നു കോങ്ങിന്റെ അച്ഛനെ കൊന്നത്. ഇനി എന്തായാലും ഞാനും നിന്റെ കൂടെ ജോലി ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവള് ഫോൺ വെച്ചു. എന്നാൽ കുറച്ചു കഴിഞ്ഞതും ലിമുവിന്റെ ആൾക്കാർ വന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയി. ഈ സമയം കോങ് കഥ എഴുതുകയായിരുന്നു. ഇവിടെ മാന്ത്രിക ലോകത്തിൽ കുറെ ദൂരം സഞ്ചരിച്ച് അവസാനം കോങ്ങും ടാഞ്ചറീനും കൂടെ റെഡ്മെയിന്റെ കൊട്ടാരത്തിലെത്തി. അവിടെ കൊട്ടാരത്തിന് മുന്നിൽ ഒരുപാട് ചുവന്ന സോൾജേഴ്സ് അനങ്ങാതിരിക്കുന്നത് കണ്ടു. അവരെ ചെന്ന് തൊട്ടു നോക്കിയിട്ടും അവരനങ്ങുന്നില്ല. അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. സംഭവം ഈ സോൾജേഴ്സിന് പകൽ മാത്രമേ ചലിക്കാൻ കഴിയൂ. അത് ഈ ചുവന്ന ആർമറിന്റെ പ്രശ്നമാണ്. അതൊരു തരം മാന്ത്രിക ആർമറാണ്. ഈ സോൾജേഴ്സിനെ യഥാർത്ഥത്തിൽ അവരുടെ ചുമന്ന ആർമേഴ്സ് ആണ് നിയന്ത്രിക്കുന്നത്. അതായത് ബേസിക്കലി ഇവരെല്ലാം ഏതാണ്ട് സോംബീസിനെ പോലെയാണ്. ഈ മന്ത്രശക്തി റെഡ്മെയിന് സൂര്യദേവനിൽ നിന്നുമാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇത് രാത്രി സമയത്തിൽ പ്രവർത്തിക്കാത്തത്. ഇങ്ങനെ ഇവർക്ക് രാത്രി അനങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് സന്ധ്യാസമയം കഴിഞ്ഞാൽ പിന്നെ ആരും പുറത്തിറങ്ങാൻ പാടില്ലെന്ന നിയമം റെഡ്മെയിൻ കൊണ്ടുവന്നത്. ഇവിടെ യഥാർത്ഥ ലോകത്തിൽ ലിമുവിന്റെ രണ്ടാൾക്കാര് കോങ്ങിന്റെ വീട്ടിലുമെത്തി. ഗ്വാൻ ഉണ്ടായിരുന്നതിനാൽ അവൻ രണ്ടുപേരെയും ഇടിച്ച് പഞ്ചറാക്കി. ഒരുത്തന്റെ കറണ്ട് അടുപ്പിക്കുന്ന ഒരുതരം മെഷീൻ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഷോർട്ട് സർക്യൂട്ടായി അവന് തന്നെ കറണ്ട് അടിച്ചു. ഇനി ഗ്വാനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ രണ്ടാമത്തവൻ പെട്ടെന്നൊരു ചുവന്ന ഇഞ്ചക്ഷൻ എടുത്ത് കുത്തിവെച്ചു. അത് കാരണം അവന് സൂപ്പർ പവേഴ്സ് കിട്ടിയതുപോലെയായി. പിന്നെ ഗ്വാന് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ നിസ്സാരമായിട്ട് ഗ്വാനെ ഇടിച്ച് പറത്തി. ഇവന്മാരുടെ വണ്ടിയിൽ ലിങ്ങിനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് കൃത്യസമയത്ത് അവള് കെട്ടഴിച്ച് രക്ഷപ്പെട്ടു. എന്നിട്ട് നേരെ ഗ്വാനെ സഹായിക്കാൻ വന്നു. അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ശ്രമിച്ചപ്പോൾ അവനെ അടിച്ചു വീഴ്ത്താൻ പറ്റി. ഈ സമയവും കോങ് കഥ എഴുത്തായിരുന്നു. ഇവിടെ മാന്ത്രിക ലോകത്തിൽ കോങ്ങും ടാഞ്ചറീനും കൊട്ടാരത്തിനുള്ളിൽ കയറി. ഇതാണ് നമ്മൾ ആദ്യം കണ്ട രംഗം. ഈ രാക്ഷസനാണ് റെഡ്മെയിൻ. നേരത്തെ ആർമർ പറഞ്ഞത് റെഡ്മെയിൻ കൺഫേം ചെയ്തു. അതായത് കോങ്ങിന്റെ അച്ഛൻ രാജകുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞാൽ അത് ജിയുറ്റിയാനായിരുന്നു. ശേഷം കോങ്ങിനെ പുറത്തു കൊണ്ടുപോയി ഒരു മരത്തിനെ കാണിച്ചു കൊടുത്തിട്ട് നിന്റെ അച്ഛനെ ഇവിടെ വെച്ചാണ് ഞാൻ കൊന്നതെന്ന് റെഡ്മെയിൻ പറഞ്ഞു. അത് കേട്ടതും കോങ് റെഡ്മെയിനെ ആക്രമിക്കാൻ വന്നു. പിന്നെ അവര് രണ്ടുപേരും കൂടെ പൊരിഞ്ഞ ഫൈറ്റായി. ആർമറും കോങ്ങും കൂടെ പല രീതിയിലും ശ്രമിച്ചിട്ടും റെഡ്മെയിനെ കാര്യമായിട്ടൊന്നും തന്നെ അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. അവസാനം റെഡ്മെയിൻ കോങ്ങിനെ പിടിച്ച് ഞെരിച്ചു കൊല്ലാൻ തുടങ്ങിയതും പെട്ടെന്ന് ആർമർ ഒരു വലിയ വാളെടുത്ത് റെഡ്മെയിന്റെ കയ്യിലെറിഞ്ഞു. അപ്പോൾ ദേഷ്യം വന്ന റെഡ്മെയിൻ അവനെ വിട്ടിട്ട് ആർമറിനെ എടുത്ത് പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിച്ചു കളഞ്ഞു. എന്നിട്ട് വീണ്ടും കോങ്ങിനെ കൊല്ലാൻ പോയി. ഒറ്റ വിരല് കൊണ്ടാണ് റെഡ്മെയിൻ കോങ്ങിനെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അത്രയും വലിയ രാക്ഷസനാണ് റെഡ്മെയിൻ. ഒടുവിൽ കോങ്ങിനെ കൊല്ലാൻ നിന്നതും ടാഞ്ചറീൻ വന്ന് ഫ്ലൂട്ട് ഊതാൻ തുടങ്ങി. ഈ ഫ്ലൂട്ടിന്റെ ശബ്ദം കേട്ടാൽ ഉടനെ ഞാൻ നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് പണ്ട് ടാഞ്ചറീന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദേഷ്യം വന്ന റെഡ്മെയിൻ അവന്റെ കുറെ ടെന്റക്കിൾസ് വെച്ച് അവളെ വലിച്ചെടുത്ത് വയറ്റിനുള്ളിലാക്കി. ഈ രംഗമാണ് ഒരിക്കൽ ഗ്വാൻ സ്വപ്നം കണ്ടത്.
ഈ സമയം യഥാർത്ഥ ലോകത്ത് ശരിക്കും നേരത്തെ വന്നവരെ കൂടാതെ മൂന്നാമതൊരുത്തനും കൂടെ ഉണ്ടായിരുന്നു. അവൻ ആരും കാണാതെ നേരെ ചെന്ന് കോങ്ങിനെ ആക്രമിച്ചു. ഭാഗ്യത്തിന് അവനെ കൊല്ലുന്നതിന് മുന്നേ ലിങ്ങും ഗ്വാനും വന്ന് മൂന്നാമത്തവനെയും അടിച്ചിട്ടു. പക്ഷെ കോങ്ങിന് മാരകമായ മുറിവ് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ലിമുവും അവിടെ എത്തി. കോങ് രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ലിമുവിന് ശരിക്കും സന്തോഷമായി. എന്നാൽ കോങ്ങിന് പകരം ഇനി ഞാൻ ഈ കഥ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഗ്വാൻ കോങ്ങിന്റെ ലാപ്ടോപ്പ് എടുത്ത് ബാക്കി കഥ എഴുതാൻ തുടങ്ങി. അതിന് നീ എഴുതിയിട്ട് കാര്യമില്ലല്ലോ എന്ന് ലിമു പറഞ്ഞു. എന്നിരുന്നാലും ചിലപ്പോ ഇവൻ കഥ എഴുതിയാലും വർക്കാകുമെങ്കിലോ എന്ന് ഭയന്ന് അവൻ ആ ലാപ്ടോപ്പ് ചെന്ന് പിടിച്ചു വാങ്ങാൻ നോക്കി. എന്നാൽ ലിങ് വന്ന് അവനെ ഇടിച്ചിട്ടു. അങ്ങനെ ഗ്വാൻ കഥ എഴുതാൻ തുടങ്ങി. ഇവിടെ മാന്ത്രിക ലോകത്തിൽ വയറ്റിനകത്തായിട്ടും ടാഞ്ചറിൻ ഫ്ലൂട്ട് ഊതുകയാണ്. അങ്ങനെ ആ ശബ്ദം കേട്ട് പണ്ട് പറഞ്ഞിരുന്നത് പോലെ തന്നെ അവളുടെ അച്ഛൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് നേരത്തെ കണ്ട സോൾജിയർ ആയിരുന്നു. ഈ ഫ്ലൂട്ടിന്റെ ശബ്ദം കേട്ടപ്പോൾ അവൻ അവന്റെ ആർമറിന്റെ ശക്തിയിൽ നിന്നും വിമുക്തനായിരിക്കുകയാണ്. വലിയ മെഷീൻ ഗണ്ണ് പോലത്തെ ഒരു വെപ്പണും കൊണ്ടാണ് സോൾജിയർ വന്നിരിക്കുന്നത്. അത് വെച്ച് അവൻ റെഡ്മൈനെ പിന്നെ വെടിവെച്ചു. അത് റെഡ്മൈന് ശരിക്കും പരിക്കേൽപ്പിച്ചു. പിന്നെ റെഡ്മൈനും സോൾജിയറും തമ്മിൽ മാരക ഫൈറ്റായി. ഫൈറ്റിനിടയിൽ റെഡ്മൈന്റെ മാസ്ക് ഒക്കെ സോൾജിയർ തകർത്ത് കളഞ്ഞു. അപ്പോഴാണ് റെഡ്മൈന്റെ തലയിൽ ഒരു വാള് തറച്ചു വെച്ചിരിക്കുന്നത് കോങ്ങിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതായിരിക്കും റെഡ്മൈന്റെ വീക്ക്നെസ് എന്ന് അവന് തോന്നി. അങ്ങനെ സോൾജിയർ റെഡ്മൈനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന തക്കത്തിൽ കോങ് റെഡ്മൈന്റെ തലയിൽ ചാടി കയറിയിട്ട് ആ വാള് വലിച്ചൂരാൻ നോക്കി. പിന്നെ സോൾജിയറും വന്ന് അവനെ സഹായിച്ചു. ഒടുവിൽ കുറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ രണ്ടുപേരും കൂടെ അത് വലിച്ചൂരി. അങ്ങനെ അവസാനം അവര് റെഡ്മൈനെ കൊന്നുകളഞ്ഞു. അപ്പോൾ ഉള്ളിലായിരുന്ന ടാഞ്ചറീനും രക്ഷപ്പെട്ടു. ഇവിടെ യഥാർത്ഥ ലോകത്തിൽ ലിങ് ഗ്വാൻ എഴുതിയ കഥ വായിക്കുകയായിരുന്നു. അതിനിടയിൽ ഡോക്ടർ വന്ന് കോങ് ഇപ്പോൾ ഭേദമായെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഗ്വാന് പുറത്താരെയോ കണ്ടത്. അവൻ വേഗം പുറത്തേക്കോടി. അവിടെ നേരത്തെ കണ്ട ചെക്കന്റെ കൂടെ ഗ്വാന്റെ മകൾ ടാഞ്ചറീൻ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അവള് പണ്ട് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ബോധം നഷ്ടപ്പെട്ടതേയുള്ളൂ. പക്ഷെ അവള് മരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് വോങ് അവളെ ഉപേക്ഷിച്ചിട്ട് പോയത്. എന്തായാലും മോളെ കണ്ടതും അവൻ ഒരുപാട് സന്തോഷമായി. ഇവിടെ മാന്ത്രിക ലോകത്തിലും ടാഞ്ചറിൻ സോൾജിയറിന്റെ ഹെൽമെറ്റ് ഊരി നോക്കിയപ്പോൾ അത് അവളുടെ അച്ഛനാണ്. അപ്പോൾ അവൾക്കും അവളുടെ അച്ഛനെ കിട്ടി. കോങ്ങിന്റെ ആർമറിനെ പൊടിച്ചു കളഞ്ഞെങ്കിലും അത് ശരിക്കും നശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തീരുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.